ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരിക്കൽ കൂടി MDSയുടെ നേതൃത്വത്തിലുള്ള നോമ്പ് ചിന്തയിൽ പങ്കെടുക്കുവാൻ ദൈവമൊരുക്കിയ വലിയ അവസരത്തിനായും സാവകാശത്തിനായും ആദ്യം തന്നെ നന്ദി പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് സ്വന്തം കൂട്ടുകാരനെയും കൂടപ്പിറപ്പിനെയും പിതാവിനെയും മാതാവിനെയും വകവെക്കാതെ അവരെ ബലി കൊടുത്തുകൊണ്ട് സ്വയം ഉയരുവാനും അറിയപ്പെടുവാനും സ്വന്തം ആഗ്രഹങ്ങൾ സഫലമാക്കുവാനും ശ്രമിക്കുന്ന ഒരു തലമുറയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ എന്താണ് നോമ്പ്? നോമ്പ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നോമ്പിനോടനുബന്ധിച്ച് 3 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1. അബൈഡ് ഇൻ ഗോഡ്സ് ലവ്, ദൈവ സ്നേഹത്തിൽ ആശ്രയിക്കുക. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം നമ്മോട് ചോദിക്കുന്നു: നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹം ചൊരിയുക എന്നാൽ ജീവൻ പകരുക എന്നാണ് അർത്ഥം. സ്നേഹത്തിന്റെ ഉറവിടമായ ക്രിസ്തു ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മിൽ നിന്നും പുറപ്പെടുന്നതും സ്നേഹമായിരിക്കണം. ജീവൻ തന്നവനു വേണ്ടി ജീവൻ വേർതിരിക്കുക. അപ്പോൾ നമ്മിലെ ദൈവത്വവും മനുഷ്യത്വവും ഒന്നാകും. 2. അബൈഡ് ഇൻ ഗോഡ്സ് വേ, ദൈവത്തിൻ്റെ വഴിയിൽ ആശ്രയിക്കുക. പലപ്പോഴും നമുക്ക് നമ്മുടെ വഴി ചൊവ്വായി തോന്നുന്നു. എന്നാൽ അതിൻ്റെ അവസാനം പലപ്പോഴും തോൽവിയും നാശത്തിലേക്കുമായിരിക്കാം ചെന്നെത്തുന്നത്. ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വഴികളെ നാം മറന്നു പോകരുത്. എത്ര ചെങ്കടലുകളും യോർദാനും അവൻ നമുക്ക് വേണ്ടി പിളർന്നു തന്നു. എത്ര മരുഭൂമികൾ മരുപ്പച്ചകളാക്കി തന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ വഴി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന വഴികളായി മാറുന്നു. ഈ നോമ്പിൻ്റെ നാളുകൾ പാപത്തിൻ്റെ കനൽ വഴികളിൽ നിന്നും മാറി നടക്കുവാൻ നമ്മെ ഇടയാക്കണം. 3. അബൈഡ് ഇൻ ഗോഡ്സ് വിൽ, ദൈവഹിതം നാം തിരിച്ചറിയണം. എന്താണ് നമ്മുടെ ട്രെൻഡ്? നമ്മുടെ ട്രെൻഡ് ക്രിസ്തു ആയിരിക്കണം. ട്രെൻഡ് ഓഫ് വിഷൻ, ട്രെൻഡ് ഓഫ് ലവ്, ട്രെൻഡ് ഓഫ് ഫെയ്ത്ത്. നമ്മുടെയൊക്കെ നോമ്പും ധ്യാനവും ഇത്തരത്തിലാകട്ടെ. ആഗ്രഹിക്കുന്നതിനെ അന്യമാക്കുന്നതല്ല നോമ്പ്. ശരീരത്തിനും മനസ്സിനും ശുദ്ധി വരുത്തുന്നതാകണം നോമ്പ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.